ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഇലയടയാണ്. ഇലയട ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്, പല വെറൈറ്റിയിൽ ഇട്ടിട്ടുണ്ട്. സാധാരണ രീതിയിൽ എങ്ങനെ ട്രഡീഷണലായിട്ട് മാവ് അരച്ചിട്ട് അത് എങ്ങനെ ഇടണം എന്നുള്ളത് വരയ്ക്കും ഞാൻ ഇലയട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലെന്താ സ്പെഷ്യാലിറ്റി എന്ന് നോക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വെക്കുന്ന പൂർണ്ണത്തിനാണ് ഒരു ഡിഫറൻസ് വരാൻ പോകുന്നത്. അപ്പോൾ വരൂ, എങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ഇലയട പൂർണ്ണത്തിൽ ഡിഫറൻറ്റോട് കൂടിയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കടായിൽ ഞാൻ ഒരു സ്പൂണോളം ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കപ്പോളം ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല, അതായത് ആ ബ്രൗൺ ഒന്നും ഇല്ലാതെ വൈറ്റ് കളറായിട്ടുള്ള രീതിയിലുള്ള ആ തേങ്ങ ചിരവിയതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ. അത് ഒന്ന് നല്ല പോലെ ഈ നെയ്യിൽ ഒന്ന് നന്നായിട്ടൊന്ന് ആക്കിയെടുക്കുക. മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നെയ്യ് അതിലായാൽ മതി. അപ്പോൾ 2 കപ്പ് തേങ്ങയ്ക്ക് ഞാൻ നിറച്ച് 1 കപ്പോളം ഞാൻ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലുള്ള ശർക്കര പൊടിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് അരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് നോർമൽ ശർക്കരയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരണ പോലെയുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുത്തോളൂ. എന്നിട്ട് ജസ്റ്റ് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് തിളക്കട്ടെ, ഒന്ന് വേവട്ടെ. ഈ സമയത്ത് നമ്മുടെ കയ്യിന് 1 പിടിയോളം അവില്, സാധാരണ പോലുള്ള വെള്ള അവിലില്ലേ, അതൊന്ന് മിക്സിയിൽ ഒന്നും പകുതിയായിട്ടൊന്ന് തിരിച്ചെടുക്കുക. അത് ആഡ് ചെയ്തിട്ട് ഒന്ന് ആക്കി കൊടുക്കുക. ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് അണ്ടിപ്പരിപ്പാണ്. ഇതേപോലെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഈ അണ്ടിപ്പരിപ്പും അതേമാതിരി തന്നെ അവിലിൻ്റെയും കോമ്പിനേഷൻ സൂപ്പറാണ്. നിങ്ങൾ എന്തായാലും ഇത് എന്താണ് ഇലയടയുടെ കൂടെയോ അല്ലെങ്കിൽ കുഴക്കട്ടയുടെ കൂടെയോ എന്തായാലും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ പിടിച്ച് നന്നായിട്ട് ഒരു ഗ്ലേസിങ്ങോട് കൂടി വരുന്ന സമയത്ത് നമുക്ക് അത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ മാവ് വാട്ടിയിട്ടല്ല ഉണ്ടാക്കാൻ പോണത്. ഇത് സാധാരണ പോലുള്ള ഇടിയാപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി 2 കപ്പ് പൊടിയിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് സാധാരണ വെള്ളമാണ്. തിളച്ച വെള്ളമോ അങ്ങനെ ഒന്നുമല്ല, പച്ച വെള്ളമാണ് യൂസ് ചെയ്തിട്ട് കുഴയ്ക്കാൻ പോകുന്നത്. മാവ് നല്ല ഒരു എന്താ പറയുക, നന്നായിട്ട് എല്ലാവിടെയും ആവണ പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതിൽ വാട്ടുക പിടിക്കുക അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ എത്രയാണോ ആവശ്യം വെള്ളം അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഓരോ മാവ് ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ കണക്കൊന്നും പറയുന്നില്ല. പക്ഷേ മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കണം. ലേശം നെയ്യും കൂടി ഒഴിച്ചിട്ട് അതിനെ ഒന്ന് പെരട്ടി അങ്ങോട്ട് വെക്കുക. അല്ലാതെ വേറെ ഒരു ടെൻഷനും ഇതിൽ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇല വാട്ടിയെടുക്കാം. ഇല നല്ലപോലെ ഒന്ന് വാട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഫ്ലെക്സിബിളായിട്ട് കിട്ടും. എന്നിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഇലയിടയ്ക്ക് എങ്ങനെയാണോ നമ്മൾ മുറിച്ചെടുക്കുക അതുപോലെ തന്നെ ഒന്ന് മുറിച്ച് നന്നായിട്ട് ക്ലീൻ ആയിട്ട് എടുക്കുക. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു തുള്ളി നമ്മൾ എന്താണ് പറയുക, ഇലയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. എന്നതിന് ശേഷം മാവിന്ന് ഒത്തിരി മാവ് എടുക്കുക. നല്ലോണം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിത്തിരി മാവ് എടുത്തോളൂ. എന്നിട്ട് വെള്ളം തൊട്ടിട്ട് നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇലയുടെ പരത്താൻ ഇപ്പം ഞാൻ പറഞ്ഞൊന്നും തരണ്ടല്ലോ. വെള്ളം തൊട്ടിട്ട് സമാധാനമായിട്ടുള്ള രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എവിടെയും ഓട്ടയൊന്നും പാടില്ല. നല്ല പോലെ നിങ്ങളുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പച്ചമാവിൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഒരു സ്പീഡായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കൊന്ന് ആറി ഇരിക്കുന്ന ആ പൂർണ്ണം ഉണ്ടല്ലോ, ഉള്ളിൽ വെക്കണ പൂർണ്ണം, അത് അതിന് ഒരു ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. ചിലവർ ഫുള്ളായിട്ട് പരത്തും. ഞാൻ ഫുള്ളായിട്ട് പരത്തുന്നില്ല, അത്രയ്ക്ക് മധുരം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ടുള്ള രീതിയിൽ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഇലയൊന്ന് ഇങ്ങോട്ട് മടക്കുക. ഓക്കെ, അപ്പോൾ ആ ഇല്ലാത്ത ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മടക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇതേപോലെ തന്നെ എല്ലാ ഇലയുടെയും ഞാൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് എൻ്റെ സ്റ്റീമറിൽ ഒരു ട്രിപ്പിൽ എനിക്ക് 3 എണ്ണേ പോവുള്ളൂ. ചെറിയ സ്റ്റീമറാണ്. അതുകൊണ്ട് തന്നെ 3 ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളം തൊടുന്നു, നല്ലപോലെ ഇതേപോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കുന്നു. എന്നതിന് ശേഷം നമ്മൾ പൂർണ്ണം വെക്കുന്നു. പൂർണ്ണം വെച്ചതിന് ശേഷം ഓരോ ഇലയുടെയായിട്ടുള്ള രീതിയിൽ മടക്കി മടക്കി വെക്കുന്നു. എന്നിട്ട് നമ്മൾ സ്റ്റീമർ ഓൺ ചെയ്ത് വെക്കുന്നു. സ്റ്റീമർ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് സ്ലോ ഫ്ലെയിമിലാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇലയട റെഡി ആയിരിക്കും. ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് കഴിക്കേണ്ടത് തന്നെയാണ്. സൂപ്പർ കോമ്പിനേഷനാണ്. അവിൽ അതേമാതിരി തന്നെ അണ്ടിപ്പരിപ്പൊക്കെ വരുന്ന സമയത്ത്
നന്നായിരിക്കും കഴിക്കാൻ. അപ്പോൾ ഇതാ ഈ 3 എണ്ണം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ സ്റ്റീമർ അടയ്ക്കുകയാണ്. അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ തുറക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിൽ ആ മണത്തോട് കൂടിയിട്ട് നമുക്ക് ആ ഇലയുടെ മണമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ ഇലയുടെ മണത്തോട് കൂടിയിട്ട് നമുക്ക് എടുത്ത് കാസറോളിലേക്ക് മാറ്റാം. വൈകുന്നേരം നേരത്തോ ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റായിട്ട് ഇങ്ങനെ ഒരു ഇലയട നിങ്ങൾ എന്തായാലും കഴിച്ചു നോക്കണം. സൂപ്പറായിരിക്കും. ഇതാ നല്ല രീതിയിൽ എല്ലാവിടെയും നന്നായിട്ട് ആയിട്ട് ഇലയട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നല്ല സൂപ്പറായിട്ടുള്ള ഇലയട റെഡിയാണ്. ഇതിൻ്റെ ഉൾവശം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നന്നായി സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റും. എന്നതിന് ശേഷം ഉള്ളിൽ ഫില്ലിങ് റെഡിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇന്നേക്ക് ഇലയട ഉണ്ടാക്കിയിട്ട് 3ാമത്തെ ദിവസമായി. എത്ര ദിവസം കേടുവരാതെ ഇരിക്കും എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ പറയണം. ഫ്രിഡ്ജിൽ ഈസിലി ഒരു 4-5 ദിവസം എന്തായാലും ഇരിക്കും. എന്നിട്ട് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവി കയറ്റി എടുത്താലും സൂപ്പർ സോഫ്റ്റ് ആയിരിക്കും. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. നേരം 10 മണിയാവും. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പറാണ്. ഓരോ ഇലയട എനിക്ക് ധാരാളം ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഇലയട 3 ദിവസമായി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇനി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. അത് നാളെയും കൂടി കഴിച്ചാൽ ശരിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളും ഇലയട ഉണ്ടാക്കി കഴിക്കാൻ മറക്കരുത്. ഓക്കെ, സൂപ്പർ ടേസ്റ്റാണ്.